For Israel, every civilian death is a tragedy. For Hamas, it's a strategy. അമേരിക്കയ്ക്ക് നെതന്യാഹു ഭാരമാണെന്ന് അമേരിക്കയുടെ സെനറ്റ് അംഗങ്ങളും പ്രക്ഷോഭകാരികളും തുല്യ രീതിയിൽ തന്നെ അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തെ ധ്വംസിക്കുകയും വംശീയ ഉന്മൂലനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു രാജ്യഭരണാധികാരിക്ക് ഒരിക്കലും അമേരിക്ക സ്വാഗതം ചെയ്യുകയോ അതല്ലെങ്കിൽ അവരുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന തരത്തിലാണ് ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതോടനുബന്ധിച്ച് ഓരോ സെനറ്റ് അംഗങ്ങളും തങ്ങളുടേതായിരിക്കുന്ന നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മുമ്പ് കാലം അങ്ങനെയൊന്നുമല്ല. ഇസ്രായേലിന്റെ ഒരു പ്രധാനമന്ത്രിയോ ബന്ധപ്പെട്ട അധികാരികളോ അമേരിക്കയിൽ എത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടി സ്വീകരണം നൽകുകയും വലിയ അംഗീകാരം നൽകുകയും വലിയ രീതിയിലുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ക്ഷണം ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെയല്ല. അതിനൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വലിയ എതിർപ്പുണ്ടായി. ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പോലും അതിനെ ബഹിഷ്കരിക്കപ്പെട്ടു. സെനറ്റിന്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നു. അതോടനുബന്ധിച്ച് തന്നെ ബേണി സാൻഡേഴ്സ് കൃത്യമായ രീതിയിൽ തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറയുകയും ചെയ്തു. സെനറ്റ് അംഗമാണ് അദ്ദേഹം. ഒരുപാട് വർഷം സെനറ്റായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. 2024 ജൂലൈ 24 ബുധനാഴ്ച എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കറുത്ത ദിനമാണ്. അന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സംയുക്ത പാർലമെന്റിനെ അമേരിക്കയിൽ സംബോധന ചെയ്തത്. സംബോധന ചെയ്യുന്ന സമയത്ത് ചില ഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ആളുകളൊക്കെ വലിയ രീതിയിലുള്ള കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ അവിടെ വലിയ രീതിയിലുള്ള വിമർശനം, എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് റാഷിദ് അൽ ത്വയ്ബ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. പ്ലേ കാർഡ് ഉയർത്തിക്കൊണ്ടാണ് ഒരു പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തിയത്. ആ പ്രതിഷേധം പ്രസംഗത്തിന്റെ ഒടുവിൽ വരെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ മീഡിയകൾ അത് ശ്രദ്ധിക്കപ്പെടുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്ന സമയത്ത് 1940 കാലഘട്ടത്തിൽ ജർമ്മനിയിൽ നടന്ന ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ താരതമ്യം ചെയ്തിട്ടാണ് ഇതിന് പരാമർശം ഉണ്ടായത്. ഹിറ്റ്ലറുടെ കാലഘട്ടം നമുക്കറിയാം ഏകാധിപത്യമാണ്. ഏകാധിപത്യ ഭരണ സംവിധാനം മാത്രം നിലനിർത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി, വലിയ മാറ്റങ്ങൾ രാജ്യത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത് മുഴുവൻ ജൂത വംശീയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരാൾ പോലും എതിർക്കാത്ത രീതിയിലുള്ള ദേശീയതയാണ് അവിടെ പ്രകടമാക്കിയത് എന്നുള്ളത് വ്യക്തമാണ്. അതോടനുബന്ധിച്ച് നടത്തിയ വലിയൊരു മീറ്റിൽ ഹിറ്റ്ലർ സംബോധന ചെയ്യുന്നതോടനുബന്ധിച്ച് ഏലിസ് അമ്പൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനെ എതിർത്തുകൊണ്ട് പ്ലേ കാർഡ് ഏന്തുകയും അതേപോലെ തന്നെ അതിന് പ്രത്യേകപരമായിരിക്കുന്ന ബഹുമാനം നൽകാതിരിക്കുകയും ചെയ്തത് ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ ഹിറ്റ്ലറെ വിമർശിക്കാൻ അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ നിലപാടുകളെ അംഗീകരിക്കാത്ത ഒരു വ്യക്തി ആരാണ് എന്നത് വളരെ പ്രസക്തമായ രീതിയിൽ അന്ന് ചോദിക്കപ്പെട്ടതാണ്. പിന്നീട് അദ്ദേഹത്തെ പിടികൂടി എന്നുള്ളതും 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം വധശിക്ഷ നടപ്പിലാക്കി എന്നുള്ളതൊക്കെ മറ്റൊരു ചരിത്രം. പക്ഷേ എതിർക്കാൻ ഒരുപാട് പേരുണ്ടാവില്ല. ഏകാധിപത്യത്തെയും സ്വേച്ഛാധിപത്യത്തെയും എതിർക്കാൻ ഒറ്റപ്പെട്ട വ്യക്തികളാണ് ഉണ്ടാവുക. അത് ചരിത്രത്തിൽ ഇടം പിടിക്കുകയും പിന്നീട് അതിനനുസരിച്ച് ഏകാധിപത്യ വംശം ഇല്ലാതാവുകയും ചെയ്യുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ ലോകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അത് 2024 1940 ശേഷം 10-25 വർഷത്തിന് ശേഷമാണ് 2024 സമാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം അമേരിക്കയുടെ പാർലമെന്റിൽ ഉണ്ടാവുന്നു. അമേരിക്കൻ സെനറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. റാഷിദ് അൽ ത്വയ്ബ് എന്ത് ചെയ്യുന്നു? പ്രതിഷേധിച്ചുകൊണ്ട് പ്ലേ കാർഡ് പിടിച്ചുകൊണ്ട് അതിനെതിരെ ഈ നിലപാട് തെറ്റാണ്, ഈ സമീപനം തെറ്റാണ്, വംശീയ ഉന്മൂലനം ചെയ്യുന്ന ഒരു വാർ ക്രിമിനലാണ് നെതന്യാഹു എന്നതിനാൽ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ഏക പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധേയമായത്. സെനറ്റ് അംഗമാണ് ഈ റാഷിദ് എന്ന് പറഞ്ഞാൽ സെനറ്റ് അംഗമാണ്, അമേരിക്കൻ പൗരയാണ്. ആ പൗരയുടെ പ്രതിഷേധം എന്ന് പറയാൻ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. പല ആളുകളും വിമർശിക്കപ്പെട്ട സമയത്ത് പോലും ഏകാഭിപ്രായം കൃത്യം വ്യക്തമായിരിക്കുന്ന നിലപാട് പല ഘട്ടങ്ങളിലും പറയുന്ന വ്യക്തിയാണ് റാഷിദ് എന്നത് വലിയൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം ഈ സെനറ്റിന്റെ അകത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സെനറ്റിന്റെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സ്വീകരിക്കപ്പെട്ടതും അതേപോലെ തന്നെ അതിന് പ്രസംഗിക്കാൻ അവസരം നൽകിയതും അതുമായി ബന്ധപ്പെട്ട എല്ലാ സമീപന രീതികളും തെറ്റാണ് എന്ന് ഭരണകക്ഷികളും പ്രതിപക്ഷത്തിലെ അംഗങ്ങളും തുല്യ രീതിയിൽ തന്നെ അഭിപ്രായം പെടുന്നതും അവിടെ പ്രകടമാണ്. 50% താഴെ ആളുകൾ മാത്രമാണ് അല്ലെങ്കിൽ സെനറ്റ് അംഗങ്ങൾ മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതും വലിയ രീതിയിൽ അംഗീകാരം നൽകുന്നില്ല എന്നതിന് ഏറ്റവും തെളിവായിട്ട് കാണപ്പെടുന്നു. ഇന്ന് ഇസ്രായേലിലും പലസ്തീനിലും നടക്കുന്ന സ്ഥിതിവിശേഷത്തിന് അല്ലെങ്കിൽ അവിടെ യുദ്ധവിരാമം ഉണ്ടാകുന്നതിന് നേരെ എതിർ നിൽക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ
നെതന്യാഹുവാണ്. അപ്പോൾ ഒരു വാർ ക്രിമിനലിന്റെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ രീതികളും നിലപാടുമുള്ള ഒരു വ്യക്തി എന്ന നിലക്കും UN സഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും വിമർശിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലക്കും പല രാജ്യങ്ങളും അറസ്റ്റ് ചെയ്യണമെന്നും തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിച്ചാൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും എന്നും പറഞ്ഞ ഒരു ഭരണാധികാരി ഇന്ന് ലോകത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതും ജനാധിപത്യത്തെയും വംശീയതയും ധ്വംസിക്കപ്പെടുന്ന ഒരു ഭരണാധികാരിക്ക് സ്വീകരണം നൽകുക, അതിനു വേണ്ടിയിട്ട് പാർലമെന്റ് സഭയിൽ അവസരങ്ങൾ ഉണ്ടായിക്കൊടുക്കുക എന്ന് പറയുന്നതൊന്നും അമേരിക്കയുടെ ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല. അങ്ങനെ തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഭരണാധികാരികൾ ചെയ്തത് എന്ന അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൊന്തി വരുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ചരിത്രപരമായിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് വൈകാരികപരമായിട്ട് തന്നെയാണ് അവിടെ നിന്ന് പ്രസംഗിച്ചത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്ര സംഭവങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതങ്ങ് ആ വിവരങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് സെനറ്റ് അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. ഇതൊക്കെ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് 1948 അതിനു മുൻപ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ല. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്ന ഫലസ്തീൻ ഭൂമിയിലാണ്. അത് ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തത് ബ്രിട്ടനും അമേരിക്കയുമാണ്. UN സഭയിൽ ആ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് രാജ്യമായിട്ടുള്ള പ്രഖ്യാപനം നടത്താനുള്ള അവസരം ഉണ്ടായിക്കൊടുത്ത അവിടെയാണ്. ആ സമയത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു രാഷ്ട്ര പദവി നൽകാനുള്ള ഒരു ശ്രമവും അവർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റായിരിക്കുന്ന പ്രവൃത്തിയായിട്ട് അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ കാലത്തും അല്ലെങ്കിൽ എല്ലാ നിമിഷങ്ങളിലും ഇസ്രായേലും ഫലസ്തീനും സംഘർഷമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഫലസ്തീൻ തുടങ്ങിയത് അന്ന് മുതലാണ് എന്ന് പറയാം. അതിനെ കുറച്ച് മുമ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ലോകം ഇത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലോകം ഇത് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ വിഷയം എന്ന് പറയുന്നത് ഫലസ്തീന് വേണ്ടി കൃത്യമായ രീതിയിലുള്ള നിലപാടുകൾ പറയാൻ അവരാരും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, മീഡിയക്കാരും സാമ്പത്തിക മേഖലയും അധികാര മേഖലയും ഒക്കെ അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങളുടെ കൈവശത്തിലായതുകൊണ്ട് ഏത് തരത്തിൽ ഇസ്രായേൽ സംസാരിക്കുന്നതോ ആ സംസാരിക്കുന്നത് മാത്രമേ ലോകം കേട്ടിരുന്നുള്ളൂ. ഒക്ടോബർ 7 വരെ. ഒക്ടോബർ 7 ശേഷമാണ് ഹമാസ് ആക്രമണം നടത്തിയത്. അതോടുകൂടി എന്താണ് ഹമാസ് ആക്രമിച്ചത്, ആരെയാണ് ആക്രമിച്ചത്, എന്താണ് സംഭവം എന്ന് ലോകം ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ലോകത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇസ്രായേൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമല്ല, അസത്യമായിരിക്കുന്ന പല കാര്യങ്ങളും അവർ പറയാറുണ്ട്, അതവർ പ്രചരിപ്പിക്കാറുണ്ട്. അത് ഒരിക്കലും പാലസ്തീന സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഒരു അടിമ വംശം ഉണ്ടാക്കുന്ന തരത്തിലാണ് എന്നുള്ളൊരു ബോധ്യം യഥാർത്ഥത്തിൽ ലോകത്തിനുണ്ടായത് ഒക്ടോബർ 7 ശേഷമാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ജൂത വിഭാഗത്തിനും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നൽകിയ സ്വീകരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിനോടോ പൂർണ്ണമായിരിക്കുന്ന യോജിപ്പില്ല എന്ന് മാത്രമല്ല, ജൂത വിഭാഗവും പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഏകാധിപത്യ പ്രവൃത്തികൾ അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. ബന്ദികളെ മോചിപ്പിക്കാൻ കരാർ വ്യവസ്ഥയല്ലാതെ വെടിനിർത്തലല്ലാതെ മറ്റു വഴികളൊന്നുമില്ല, ആ വഴിയിലേക്കൊണ്ട് ചിന്തിക്കണമെന്ന് പറയുന്നു. കഴിഞ്ഞ 10 മാസമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഇസ്രായേൽ ഒന്നും നേടിയിട്ടില്ല. ഇനിയൊരു 10 മാസം കൊണ്ട് ഉണ്ടായാൽ ഒന്നും നേടാൻ സാധിക്കില്ലെന്ന് അവർക്കും ബോധ്യമാണ്. പിന്നെ എന്തിന് യുദ്ധം ചെയ്യുകയും നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്ത് ലോകത്ത് നിന്ന് എന്തിന് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ജൂത വിഭാഗത്തിന്റെ ചോദ്യം. അവർ പറയുന്നത് യഥാർത്ഥപരമായിരിക്കുന്ന ഒക്ടോബർ 7 മുൻപുള്ള ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ഇനിയൊരു പതിറ്റാണ്ടുണ്ടായാൽ പോലും സാധിക്കാത്ത വിധം മാനസികപരമായും സാമ്പത്തികപരമായും വ്യത്യസ്ത മേഖലയൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പറയുന്ന സമയത്ത് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ സൈനിക സംവിധാനങ്ങളുണ്ട്, ഞങ്ങൾ മുന്നേറുകയാണ്, ഞങ്ങൾ കൂടെ അമേരിക്ക ഉണ്ട് എന്നൊക്കെ പറയുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയം വലിയ പ്രതിസന്ധിയിലാണ്, വലിയ സങ്കോചത്തിലാണ്. അത് നൂർത്തി വരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലപാട് എന്ന് പറഞ്ഞാൽ ജർമ്മനിലെ ഹിറ്റ്ലറുടെ നിലപാട് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ നിലപാട്. ആ നിലപാടിന് മാറ്റം വരുത്തണം. ലോകം 21-ാം നൂറ്റാണ്ടിലേക്ക് കുതിക്കുന്ന സമയത്ത് പട്ടിണി കിടത്തിയും വസ്ത്രങ്ങളില്ലാത്ത രീതിയിലും മരുന്ന് നൽകാതെയും ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്കും അതിന് വിയോജിപ്പുണ്ട് എന്ന് ജൂത വിഭാഗങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന കാര്യം. ഏതായിരുന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടും വളരെ തെറ്റായിരിക്കുന്ന കാര്യമാണെന്ന് മാത്രമല്ല,